എനിക്ക് ജോലിയൊന്നുമില്ല, ഞാനൊരു ഹൗസ് വൈഫാണ് എന്ന് പറയുന്ന ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്നെ പോലെ തന്നെ നിങ്ങളും പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, ശരിയല്ലേ? ഞാൻ അവരോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ജോലിയൊന്നുമില്ല എന്ന് പറയുന്നത്? വീട്ടിലെല്ലാവരെക്കാളും കൂടുതൽ ജോലി ചെയ്യുന്ന നിങ്ങളല്ലേ, പിന്നെ എന്തിനാ ജോലിയില്ല എന്ന് പറയുന്നത്? 24 മണിക്കൂറും അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ആ ജോലിയെ താത്തിക്കെട്ടുന്നൊരു മനോഭാവമുണ്ടല്ലോ, അത് നമ്മൾ മാറ്റണം, ശരിയല്ലേ? വീട്ടമ്മമാർ പണി മുടക്കിയാൽ പിന്നെ ആ വീട്ടിലുള്ളവർ അക്ഷരാർത്ഥത്തിൽ നിസ്സഹായരാവും. ഹലോ ഓൾ, ഐ ആം ഡോക്ടർ ഐഷബി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എവിടെയും കണക്കാക്കപ്പെടാത്ത, അതേസമയം എത്ര എടുത്താലും തീരാത്ത വീട്ടമ്മമാരുടെ ജോലിയെ പറ്റിയാണ്. അവരല്ലേ മാനേജിങ് ഡയറക്ടർ ഓഫ് അവർ ഹൗസ്? നമ്മുടെ വീട്ടിൻ്റെ മാനേജിങ് ഡയറക്ടർ ആരാണ്? നമ്മുടെ വീട്ടമ്മമാരാണ്. എന്നിട്ടും അവരുടെ ജോലിയൊന്നും ജോലിയല്ല എന്ന് അവർ തന്നെ പറയുക. അവരുടെ മൾട്ടി ടാസ്കിങ് കഴിവുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ പറയാം. അടുക്കളയിൽ ദിവസേന പാചകം ചെയ്യേണ്ട വിഭവങ്ങൾ പ്ലാൻ ചെയ്യുക, 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക. വസ്ത്രങ്ങൾ അലക്കി ഉണക്കി ഇസ്തിരിയിട്ട് ഓരോരുത്തരുടെ റൂമുകളിൽ അടുക്കി ഒതുക്കി വൃത്തിയോടെ വെക്കുക. ഭക്ഷണം പാകം ചെയ്യുക, ഭക്ഷണം വിളമ്പുക. ഫോണിൽ തോണ്ടി കളിക്കുന്ന കുടുംബാംഗങ്ങളെ വിളിച്ച് എണീപ്പിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കുക. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുക. ജോലിക്ക് പോകാൻ വേണ്ടി ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കുക. മക്കളുടെ ഹോംവർക്ക് ശ്രദ്ധിക്കുക. പ്രായമായവരെ പരിചരിക്കുകയും ചികിത്സക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യുക. സമയത്തിന് അവർക്ക് മരുന്ന് എടുത്തു കൊടുക്കുക. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ബേബി സിറ്റിംഗ് ചെയ്യുക. കുട്ടികൾക്ക് അസുഖം വന്നാൽ രാത്രി മുഴുവനും ഉറക്കമൊഴിക്കുക. അല്ലറ ചില്ലറ ഗാർഡനിങ്. കുടുംബത്തിലെല്ലാവർക്കും മാനസിക ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വരുമ്പോൾ ആദ്യം കൺസൾട്ട് ചെയ്യുന്ന സൈക്കോളജിസ്റ്റാണ് നമ്മുടെ വീട്ടമ്മ. സോഷ്യൽ ഇഷ്യൂസൊക്കെ അവർ വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യും. അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അവരുടെ സ്പെഷ്യൽ സ്കില്ലാണതിൽ. സ്ത്രീകളുടെ ഇത്രയും വലിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ ജോലിയായി ആരും കണക്കാക്കുന്നില്ല എന്നതാണ് വാസ്തവം. അവർ രാജ്യത്തിൻ്റെ GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒഫീഷ്യലി ആരും റെക്കഗ്നൈസ് ചെയ്യാത്ത ജോലിയാണ് നമ്മുടെ വീട്ടമ്മമാരുടെ തീരാത്ത ജോലി. വിമൻ എംപവർമെൻറ്റ്, അതായത് സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി ഇഷ്ടം പോലെ വർക്ക്ഷോപ്പുകൾ നടക്കാറുണ്ടല്ലോ അല്ലേ? പക്ഷേ മുതിർന്ന ആണുങ്ങൾക്കും വീട്ടിലെ ആൺകുട്ടികൾക്കും എന്തുകൊണ്ട് ആരും ഇതൊന്നും ചെയ്യുന്നില്ല? വീടുകളിലെ അമ്മമാരും ഭാര്യമാരും പെങ്ങന്മാരും എത്രമാത്രം കാര്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്ന് വീട്ടിലെ ആണുങ്ങൾക്ക് പൂർണ്ണ ബോധം ഉണ്ടാക്കണം. അവരും കഴിയുന്നത് പോലെ വീട്ടുജോലികളിൽ ഇവരെ സഹായിക്കണം. നമ്മൾ ഈ വക കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി വെക്കണം. അവരെ നമ്മൾ ഹൗസ് വൈഫ് എന്നല്ല, ഹോം മേക്കേഴ്സ് എന്ന് വിളിക്കണം. മാത്രമല്ല, കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരുടെ ഉപദേശവും തീരുമാനവും ഒക്കെ നമ്മൾ സ്വീകരിക്കണം. അവർ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ കൂലി വേറൊരാളെ വെച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എത്ര പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എന്ന് കുടുംബത്തിൽ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ചർച്ചാ വിഷയമാക്കണം. അവർക്ക് അവകാശപ്പെട്ട കൂലി എത്രയാവും എന്നുള്ളത് കണക്ക് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും ഇത് ചെറിയ പണിയല്ല, ചെറിയ കൂലിയല്ല എന്ന്. ലോകത്ത് ഒരു കൊല്ലം, അതായത് 365 ദിവസവും ലീവില്ലാതെ ജോലി ചെയ്യുന്നത് ആ ജോലി വീട്ടമ്മയുടേത് മാത്രമാണ്. ഇത് ഭാര്യമാരുടെ മാത്രം കടമയാകരുത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുക. നിങ്ങളുടെ വീട് പരിപാലിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ കാര്യങ്ങൾ മാറുമ്പോൾ വീട്ടമ്മമാരിൽ ഒരു ആത്മവിശ്വാസവും ഉത്സാഹവും ഉടലെടുക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം ആരെങ്കിലും എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ വെറും ഒരു ഹൗസ് വൈഫാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മറുപടി പറയണമെന്ന് ഇനി ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.